ഹായ് വ്യൂവേഴ്സ്, ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഓലപ്പാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പോൾ വെക്കേഷന് വന്നപ്പോൾ അതിരപ്പള്ളി വാഴച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ പോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു കൗതുക പാർക്ക് കാണാനിടയായി. ഞങ്ങൾ ഫാമിലിയായിട്ട് ഒരുമിച്ചാണ് ഇവിടെ വന്നത്. വളരെയധികം അത്ഭുതം തോന്നിക്കുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ഇവിടെ വർക്കി വെളിയത്ത് സാറ് ചെയ്തു വെച്ചിരിക്കുന്നത്. 14 വർഷത്തെ ആളുടെ കഠിന പരിശ്രമമാണ് അതിൻ്റെ സാക്ഷിയാവാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരു ചെറിയൊരു ജംഗിൾ കടന്ന പോലെ തന്നെയാണ്, ഒരു കാട്ടുപോലെ. എല്ലാ പക്ഷിമൃഗാദികളും അവിടെയുണ്ട്. മയിൽ, അതുപോലെ തന്നെ മുയൽ, എലി, കോഴികൾ, യമു എല്ലാം അവർ ഫ്രീ ആയിട്ടാണ് അവിടെ നടക്കുന്നത്. ഞങ്ങളുടെ ഫാമിലിയൊക്കെ അതിനെ തൊട്ടുരുമ്മി യമുനൊക്കെ തൊടാന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് നടന്നത്. അത് വളരെ ഫ്രീ ആയിട്ട്, ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ഞങ്ങളുടെ കൂടെ നടക്കുന്നത്. ഈ ഇന്ത്യ മലയത്ത് എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെ എൻ്റെ ലൈഫിൽ കാണുന്നതും. എല്ലാവരും ഇവിടെ വന്ന് ഒരു തവണയെങ്കിലും ഇവിടെ വന്ന് കാണണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇത് വളരെയധികം ആൾ ഒറ്റയ്ക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ വളരെയധികം അത്ഭുതം തന്നെയാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയും ഇത് ഒരാളെ കൊണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം അതാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ഗവൺമെൻറ്റുകളും ഇത് കാണണം. അതിനുവേണ്ട സഹായ സഹകരണങ്ങളും ഗവൺമെൻറ് ചെയ്തുകൂടെ. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ വിജയിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെയും കൂടിയും ആവശ്യമാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ എന്ന് പറയുന്നത് അത് ആരും കാണാതെ പോകാൻ പാടില്ല. ഇത് വളരെയധികം പ്രോത്സാഹനം കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. ഒരു നോർമൽ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇവിടെ വളരെയധികം ട്രീകളുടെ വേരുകൾ കൊണ്ട് ചെയ്തിട്ടുള്ളത്. സഞ്ചരിക്കുന്ന വൃക്ഷം എന്ന് വേണം പറയാം, അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ഒരു ടവർ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ വൃക്ഷത്തെ അതിൻ്റെ വേരുകൾ പാകിക്കൊണ്ടൊരു ടവർ പോലെ തന്നെ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വൃക്ഷത്തിൻ്റെ വേരുകൾ സഞ്ചരിച്ചുകൊണ്ട് മൂവ് ചെയ്യുന്നതും, ഫിഷ്, അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വാക്കുകൾ തന്നെ ഇല്ല. ഇവിടെ വന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇത്. അപ്പോൾ ഒരുവിധം നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് ഇത് കാണാതെ പോകുന്നത് വളരെയധികം വേദനാജനകം നിറഞ്ഞൊരു സംഭവം തന്നെയാണ്. വളരെ ചെറിയൊരു ഫീസ് തന്നെയാണ് അവിടെ വാങ്ങുന്നത്. കാരണം അത് ഒന്നും തന്നെയല്ല, ആളെ സംബന്ധിച്ച് ആ ഒരു ചെറിയൊരു ഫീസ് ആൾക്ക് ഒന്നും തന്നെയല്ല. പക്ഷേ ആൾക്കൊരു പ്രോത്സാഹനം എന്ന നിലയ്ക്ക് അത് കൊടുക്കണം. പക്ഷേ ഞാൻ പ്രത്യേകം പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു സഹായ സഹകരണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടത് ലിംക ബുക്കിലും ഇടം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ പടർന്ന് പന്തലിച്ച് വരുന്നുണ്ട്. വളരെയധികം ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ ഫാമിലി മൊത്തം ആൾക്ക് വേണ്ടി പ്രേ ചെയ്യുന്നു. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ, ആൾക്ക് അതിനുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഓക്കെ.